വന്നു ഇന്നത്തെ പത്രം വായിച്ചു കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. പൈസ ഇല്ലാത്ത ആണുങ്ങൾക്ക് ഈ നാട്ടിൽ പുല്ലു വിലയാ. അതിപ്പോഴാണോ മനസ്സിലായി? അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് അങ്ങനത്തെ ഒരു കാര്യമാണ്, മെൻ ആൻഡ് മണി. അതായത് ആണുങ്ങളും ആണുങ്ങളുടെ മണിയും. ഐ മീൻ പൈസ പൈസ കാശ് കാശ്. സാധാരണ ഈ പൈസ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സാധനമല്ലേ? അപ്പൊ ഞാനിവിടെ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നു, പക്ഷേ ഈ പേഴ്സ് പോക്കറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാ. കാര്യം ഇതിന്റെ അകത്ത് ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ അഹങ്കാരം എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പൈസ എന്ന് പറഞ്ഞ സാധനം ആണുങ്ങളും പെണ്ണുങ്ങളും പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ശ്വേത ചേച്ചി ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് പൊട്ടു വാങ്ങിക്കാനാണെങ്കിൽ അഖിലൊക്കെ പൈന്റ് വാങ്ങിക്കാനായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തർ ആവശ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മള് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും കാര്യത്തില് ഈ പെൺകുട്ടികൾക്ക് ജോലി എന്ന് പറയുന്ന സാധനം ഓപ്ഷണൽ ആണെങ്കിൽ ആൺകുട്ടികൾക്ക് മാൻഡേറ്ററി ആണ്. കാരണം ആൺകുട്ടികൾക്ക് ജോലി ഇല്ലെങ്കിൽ പുല്ല് വിലയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജോലി ഇല്ലാത്ത ഒരുത്തന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജോലിയും പണിയില്ലാത്ത ഒരുത്തന്റെ അവസ്ഥ, അവൻ വീട്ടിൽ നിന്ന് അവന്റെ അമ്മ ചായ കൊടുക്കുമ്പോൾ തന്നെ ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥയാണ്. അതായത് ഞാൻ ജോലിയും കൂലിയുള്ള കുറച്ചാൾ വീട്ടിൽ ഇരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ രാവിലെ വന്ന് എനിക്ക് കട്ടൻ ചായ തന്നിട്ടാണ് മേശപ്പുറത്തിട്ട് ടപ്പേന്ന് വെക്കുന്ന ഒച്ച കേട്ടാണ് ഞങ്ങളുടെ കൂട്ടിലെ പട്ടിക്കുട്ടി പോലും എണിക്കുന്നത്. ഇന്നാ കൂടി ഇന്നാ തിന്നെ അമ്മാതിരി ഒരു ആറ്റിറ്റ്യൂഡാ. എന്നാ എന്റെ പെങ്ങളുണ്ടല്ലോ, എന്റെ പെങ്ങക്കമ്മ ചായ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ താടിയല് തറയിലിടിക്കുക, അമ്മാതിരി വിനയമാണ്. കേരളത്തിലെ മമ്മിമാരുടെ ഇത്തരം മെത്തേഡ് ആക്ടിങ് ഒക്കെ മിസ്റ്റർ മമ്മൂട്ടി പോലും ചെയ്യത്തില്ല, അമ്മാതിരി ആക്ടിങ്. അതുകൊണ്ടൊന്നും തീരുന്നില്ല. അപ്പോഴേ അരിശി അങ്ങ് കൂടിയിട്ട് പുള്ളിക്കാരി എന്നെ വിളിച്ച് പള്ളിയിലോട്ടങ്ങ് പോകും. പോകുന്ന വഴിക്ക് വഴിയെ കിടന്ന് പിച്ചക്കാരോടെല്ലാം ഈ അരിശം തീർക്കും. അന്ന് ദിവസം ഒരു പിച്ചക്കാരന് 5 രൂപ കൊടുത്തിട്ട് അമ്മയുടെ ഫസ്റ്റ് ഡയലോഗാണ്, നാളെയില്ല വഴിയിരുന്ന് പിച്ച എടുക്കാനെന്ന്. പിന്നെ അമ്മ കൊടുക്കുന്ന 5 രൂപയ്ക്ക് അങ്ങ് കോട്ടയം ടൗണിൽ ഓഫീസ് റൂം തുറന്ന് അങ്ങ് പിച്ച. ഇനി എങ്ങനെയാലും നമ്മൾ മനുഷ്യന്മാര് കാശും പടി എല്ലാം ഒപ്പിച്ചൊരു ജോലി ഒപ്പിച്ചെന്ന് വെക്കുക, അപ്പൊ തന്നെ തുടങ്ങും അശരീരി. പെണ്ണ് കെട്ടണം, പെങ്ങളെ കെട്ടിക്കണം, പെര പണിയണം. ഓൾറെഡി തന്നെ മലയാളികൾ പെര പണിയുന്നു, പെണ്ണ് കെട്ടുന്നു നാട്ടുകാരെ കാണിക്കാനാണെന്നൊരു ശ്രുതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പെര പണിയുക എന്ന് വെക്കുക, ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് പെര പണിയാൻ തുടങ്ങുമ്പം അപ്പൊ തന്നെ തുടങ്ങും, അയ്യോ നീ ഒരാണാ, നീ ചെറിയ പെര പണിതാ പോരാ, നാളെ നിന്റെ കുടുംബം വലുതാകും, അപ്പൊ നീ വലിയ പെര പണിയണം. അവസരം നമ്മൾ 2 പേരുണ്ടെങ്കിലും 2000 സ്ക്വയർ ഫീറ്റിന്റെ പെരയും. ഇത്തരം വീടുകളിൽ കാണുന്ന ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ ആളുകളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് എക്കോ ആയിരിക്കും. ഇത്തരം ഡയലോഗ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു രജനീകാന്ത് പോലും ഞാൻ 1 തടവ് സ്വർണ്ണ 100 തടവ് സ്വർണ്ണമായിരുന്ന ഡയലോഗ് പോലും പറഞ്ഞ ഇത്തരം വീടുകൾ കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികൾ സ്വാഭാവികമായിട്ടും സാധാരണ ഒരാൾ വീട് പണിയുമ്പോൾ നോക്കുന്നത് ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ മലയാളികൾ ഈഗോയാ നോക്കുന്നത്. അതിലൊക്കെ 2 നില പണിതാൽ നമുക്ക് 3 നില വേണം. അതും പോരായിട്ട് നമ്മൾ 6 ബെഡ്റൂം സെറ്റാക്കും. പക്ഷെ എല്ലാരും കൂടെ കിടക്കുന്ന ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒറ്റ ബെഡ്റൂമില്ല. കാര്യം എന്താ, AC ആ മുറിക്കകത്ത് വളരെ കാണുന്നത്. ഇനി നമ്മളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ വെച്ചാൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പം സ്ത്രീധനം വാങ്ങിച്ച നാട്ടുകാർ നമ്മളെ തെറി പറയും. എന്നാൽ നമ്മൾ പെങ്ങളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധനം കൊടുത്തില്ലേ, ആങ്ങളെ നക്കിയാന്ന് ഇതേ നാട്ടുകാർ പറയും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ സ്ത്രീധനം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം പ്രശ്നമാണ്, വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എന്ന് പറയുന്നത് 2 people ഗെറ്റിംഗ് മാരീഡ് അല്ല, 2 families ഗെറ്റിംഗ് ബാങ്ക്രപ്റ്റ് ആണ്. എങ്ങനെയെങ്കിലും ഞാൻ എന്റെ കല്യാണം തന്നെ ഒരു 7 ലക്ഷം രൂപ ലോൺ എടുത്താണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ ഇത്രയും പൈസയൊക്കെ എടുത്ത് മോൻ കല്യാണം കഴിക്കുന്നത്, ചെലവ് ചുരുക്കി സിമ്പിളായിട്ട് ചെയ്താൽ മതി. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് ഇത് 3 വേണമെന്ന്. പക്ഷെ കഴിച്ചിട്ട് പോകുന്നത് കോട്ടയം സൗത്തിലുള്ള ഞങ്ങളുടെ നാട്ടുകാരാണ്. പന്തൽ വർക്കൊക്കെ കാരണം അമൃത ടിവിയുടെ അവാർഡ് ഫംഗ്ഷൻ വരെ മാറി നിൽക്കും, അമ്മാതിരി സെറ്റപ്പ്. ഈ പോർക്കൊലത്തിയെ അതിൽ ഒലത്ത് ഒത്തിരെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കുറ്റവും പറഞ്ഞിട്ട് പോയി. എനിക്ക് മൊത്തം ചെലവ് 7 ലക്ഷവും അതിന്റെ പലിശയും. ആ ഒരു സംഭവത്തോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾ 2ാമത് കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അത് ആദ്യത്തെ ഭാര്യ ഞങ്ങളുടെ ഓർമ്മകളിൽ ഉള്ളത് കൊണ്ടോ, അവളെ മറക്കാൻ പറ്റാത്തതോ, അവൾ ഓർമ്മകൾ ഞങ്ങളെ ഹോണ്ട് ചെയ്യുന്നതുകൊണ്ടോ ഒന്നുമല്ല. 2ാമതൊരു കല്യാണം കഴിക്കാൻ വേറെ ലോണും കൂടെ എടുക്കാൻ ഞങ്ങളെ കൊണ്ട് പാങ്ങില്ലാത്ത. ഇനി എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടായി എന്ന് വെക്കുക, കുടുംബത്തിലെ അപ്പന്റെ കഷ്ടപ്പാട് അവിടെ തുടങ്ങുകയായി. അതായത് നമുക്ക് പിള്ളേരെ പഠിപ്പിക്കണമെങ്കിൽ ഒരു അപ്പൻ ആയുഷ്കാലം മുഴുവൻ ഇന്നത്തെ കാലത്ത് പണിയെടുക്കണം. നാട്ടിൽ നല്ല സർക്കാർ സ്കൂളുണ്ട്, എന്നാലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ CBSE സ്കൂളിൽ കൊണ്ട് ചേർക്കും. ഈ CBSE സ്കൂളിലെ പ്രിൻസിപ്പളുടെ ഒക്കെ പെരുമാറ്റം പലചരക്ക് കടക്കാരനെ പോലെയാണ്. അതായത് ബുക്ക് വിടുന്നവരും
ബാഗ് ഇവിടുന്ന് വരും, ഷൂസും സോക്സും കല്ലുപെൻസിലും എല്ലാം ഇവിടുന്ന് വരും. ടീച്ചർ അപ്പൊ പഠിത്തോ? അതിന് നിങ്ങൾ ട്യൂഷൻ വിട്ടാൽ മതി. ഇതൊന്നും പറയുന്നത്, അതായത് വർഷം മുഴുവൻ അവർ ഫീസ് വാങ്ങിക്കും. അതുകൂടാതെ വേനലവധി ഉണ്ട് 2 മാസം. ആ സമയത്ത് ഫീസ് കിട്ടാത്ത കാരണം ഒരു വെക്കേഷൻ ക്ലാസ് എന്ന് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ ക്ലാസ്സിന് രൂപ 5000. എന്താ പഠിപ്പിക്കുന്നത്? പ്ലക്കേ ഫ്ലവർ. അങ്ങനെ പ്ലക്കേ ഫ്ലവർ ആയി കേട്ടോ. പൂ പറിക്കാൻ പഠിപ്പിക്കുന്ന രൂപ 5000. ഈ 5000 രൂപ ഉണ്ടെങ്കിൽ ഞാനങ്ങ് തെങ്കാശിന്ന് പൂ വരുത്തിച്ച് ആ സ്കൂളിലെ എല്ലാ പിള്ളേർക്കും ടീച്ചറിന് ഒരു മുട സെപ്പറേറ്റ്. ഇത്രയൊക്കെ ആണുങ്ങൾ കണ്ണീരും കഷ്ടപ്പാടും കാണിച്ചാലും ഇവിടുത്തെ കവികൾ കവിത എഴുതുമ്പോൾ അമ്മമാരെ പറ്റി മാത്രമേ എഴുതുള്ളൂ. അപ്പന്റെ കണ്ണീരും കഷ്ടപ്പാടും പറഞ്ഞാൽ അവര് പറയും അയ്യോ അതവന്റെ ഉത്തരവാദിത്വമല്ലേ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ പോലും സ്ത്രീകൾക്ക് പ്രത്യേകം പെൻഷനും പ്രിവിലേജും ഒക്കെ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കൊടുക്കട്ടെ, നോ പ്രോബ്ലം. പക്ഷെ സ്ത്രീകൾക്ക്, അതായത് സ്ത്രീകൾക്ക് മാത്രം KSRTC ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്തതിന്റെ ഉദ്ദേശം, അതിന്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ നമ്മൾ ആണുങ്ങൾ KSRTC ഇറങ്ങിയ ഡീസൽ കുടിച്ചു വെച്ചു. ആണുങ്ങള് ഞങ്ങള് ആനവണ്ടിയുടെ ആക്സിഡന്റ് നമ്മൾ ഓടിച്ചു. ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ലേ? എന്നാലും ഇമാതിരി വിവേചന ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. ചായ കുടിച്ചോണ്ടോ ആ സാധനം ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആണുങ്ങള് ആനവണ്ടിയുടെ ആക്സിഡന്റാ ഞങ്ങള് ഒടിച്ചു കളയോ? അന്ന് നമ്മൾ ചെയ്തില്ലല്ലോ. ഇതിന്റെ എല്ലാത്തിനും ഹൈലൈറ്റ് അവസാനത്തെ ഒരു മെയിൻ ഡയലോഗാ, സമത്വ സുന്ദര കേരളം. അതാകുമ്പോ എല്ലാം തീർന്നല്ലോ അല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ സർക്കാരുകളുടെ കാര്യം വിടാം. എൻ്റെ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോൾ എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ, ഈ രാജ്യത്ത് മെൻസ് കമ്മീഷൻ ഉള്ളതാണ് എനിക്ക് ആകെ ഒരു രാജ്യം. അവരെ സഹായിക്കുമായിരിക്കും കേട്ടോ. ഇതെല്ലാം പോട്ടെ, നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട് അല്ലെ? സബ്സ്ക്രിപ്ഷൻ വികസിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ലോകത്ത് നമ്മൾ ആണുങ്ങൾ നൽകുന്ന സംഭാവന ആധുനിക ലോകം തിരിച്ചറിയുന്നതേ ഇല്ല. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ ചില ചേച്ചിമാരെങ്കിലും പടച്ചു വിടുന്ന കുളിര് കോരുന്ന പോസ്റ്റുകൾക്ക് ജിമ്മിലെ സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കുന്ന കാശ് എടുത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഞങ്ങൾ ആണുങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഒന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം ഇൻക്ലൂസീവാണ്. നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, മാസം അതായത് എല്ലാ ദിവസവും കിട്ടുന്ന ഗുഡ് നൈറ്റിന്റെ കുളിര് കോരുന്ന വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ 500 രൂപയ്ക്ക് എടുത്ത് വെച്ചേക്കുന്ന പലരും ഈ ഫ്ലോറിൽ തന്നെ ഉണ്ട്. ഞാൻ അവരുടെ ആരുടെയും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പറയൂ. ഞാനില്ല. അർജുന ഹെൽത്ത് ഒക്കെ ഓക്കെ ആണല്ലോ? ഞാനില്ല. പക്ഷേ ഈ പൈസയുടെ കാര്യത്തിൽ, അതായത് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആകുന്ന വ്യത്യാസത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ആലീസ് കോമഡി മാസ്റ്റേഴ്സിന് കിട്ടുന്ന പേയ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അലീനയുടെ പേയ്മെന്റ് അറിയുന്നവരെ മാത്രം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പുരുഷന്മാർ ഡിഫറന്റാ. ഇപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഡയറക്ടർ അനോജ് എന്നെ വിളിച്ചു പറയാം, നെൽസ ഇന്ന് നിനക്ക് പേയ്മെന്റ് ഇല്ല, പകരം ഞാൻ പോകാൻ നേരത്തെ 2 ഉമ്മ തരാന്ന് പറഞ്ഞാലോ? ഞാൻ സമ്മതിക്കും, ഇല്ല കടപ്പുറം കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. പക്ഷെ ഇതേ ഡയലോഗ് എന്നോട് ചേച്ചി പറഞ്ഞാലോ? വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ആണുങ്ങൾ കരയാൻ പാടില്ല എന്നാ. അതെനിക്ക് മനസ്സിലാകുന്ന, ആണുങ്ങൾ എന്താ കരയാൻ പാടില്ലാത്ത? നമ്മൾ കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കണം, ലോണും EMI എല്ലാം അടയ്ക്കണം. ഇതിനിടയ്ക്ക് ഏതെങ്കിലും പെണ്ണ് പ്രേമിച്ച് പറ്റിച്ച് അത് ആരോടും പറയാതെ അങ്ങ് സഹിച്ച് തീർക്കണം. ഇതെല്ലാം ചെയ്യാം, ഞങ്ങൾ കരയാൻ പാടില്ല അത്രയും. അതായത് ഈ പ്രഷർ കുക്കറിനകത്തെ നമ്മൾ 1 കിലോ ബീഫ് വേവിക്കാൻ പറ്റിട്ട് കുക്കറിനോട് വിസിലടിക്കരുത് എന്ന് പറയുന്ന പോലെയാണ് നമ്മളൊരു കുക്കർ, നമ്മളൊരു ആണിക്കണ്ട പ്രഷറല്ല ഏറ്റുവാങ്ങിയിട്ട് അവനോട് കരയിരുന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ കരച്ചിൽ വന്നപ്പോൾ ഞങ്ങൾ എടുത്ത് പിഴിഞ്ഞ് കളയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തോന്നും, ഇത് ഞാൻ വലിയ സ്ത്രീ വിരോധിയാണ്. ഞാൻ സ്ത്രീ വിരോധി ഒന്നുമല്ല. ഈ ലോകത്ത് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ആണുങ്ങളുടെ ജീവിതം ഭയങ്കര എളുപ്പമാ, ഈസിയാ, സൂപ്പറാന്ന്. ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കുഴിച്ചുകൂടി കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ ആണുങ്ങൾക്കും വേണ്ടി ഞാൻ ഈ പ്രോഗ്രാം അങ്ങ് സമർപ്പിക്കുകയാണ്. ജയിക്കട്ടെ. ഇത് അഖിലിന്റെ ശബ്ദമാണ് നമ്മൾ ഈ കേട്ടത്. ഞാനും അഖിലും അടക്കമുള്ള കോടാനുകോടി ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നെൽസൺ ചേട്ടൻ, താങ്ക് യു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരെ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാ? കരണ്ടടാ, അവന്റെ വാക്കുകൾ വിതുമ്പുന്നതാണ്. ഇത് കേട്ടിട്ടാണ് നമുക്ക് ഒന്ന് പോയി കരയാനായി. ഈ നേരത്തെ ചോദിച്ചില്ലേ ഒറ്റയാൻ എവിടെയെന്ന്? ഒറ്റയാൻ കാടിറങ്ങി എന്ന് പറഞ്ഞു. ഒറ്റയാൻ തന്നെ ഒബ്സർവേഷൻ, സൂപ്പർബ് ഒബ്സർവേഷൻ നെൽസൺ. എന്തൊരു ഒബ്സർവേഷൻ ആണ്, സൂപ്പർ. സത്യം പറഞ്ഞാൽ ഐ എഗ്രി, ഈ സമത്വം എല്ലാം പറയുന്ന കാര്യം ഒന്നും, പക്ഷെ ഭയങ്കര ഒബ്സർവേഷൻ, ഭയങ്കര ബ്രെയിൻ ടിക്കിങ് കാര്യങ്ങളാണ്, പക്ഷെ കോമഡി വഴി എക്സലന്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ആ കുക്കറെ സത്യം, വാസ്തവം, സത്യസന്ധം, പരമാർത്ഥം.
വീണ്ടും വാക്കുകൾ ഇടറുന്നു എന്റെ കുഞ്ഞിന്റെ. അല്ല ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ആണുങ്ങളെ പറ്റി സംസാരിച്ചതിന് ഇവരാണ് എന്തൊക്കെയാന്ന് പറയേണ്ടത്. അതെ അയാൾ already പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനേ accept ചെയ്യാൻ ഒരു കാര്യം ചെയ്താലോ, ഇപ്പൊ ആ മാറ്റർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവന്റെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് അതെ. അതിനു വേണ്ടി തന്നെ ഒരു EMI ഉണ്ട്. അത് എങ്ങനെ ഉണ്ടത് വർക്കൗട്ട് ആവണുണ്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറയും ഉഫ്, എനിക്കല്ല, നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇതിനകത്തൊരു കോമഡിയാ. ഈ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരു വ്യത്യാസം പറയാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉഫ്, പെൺപിള്ളേരുടെ ഒക്കെ ഒരു ഭാഗ്യം, എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ടാൽ നമ്മളടക്കം എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കും, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ലെങ്കിലും. അപ്പൊ എന്റെ അടുത്തൊരു കൂട്ടുകാരി പറയാ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പാട്ടുകളൊക്കെ നീ സബ്സ്ക്രിപ്ഷനിലൂടെ ഇടാൻ. നേരെ ഇട്ടിട്ട് ഞാൻ ഒന്ന് നേരെ തിരുത്തിക്കോട്ടെ. ഇട്ടിട്ട്. എല്ലാം നമ്മള് വെറുതെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നോക്കും, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയും നോക്കും അല്ലേ ചേച്ചി? അത് കറക്റ്റ് അല്ല. അല്ല വെറുതെ അല്ല, എന്നാലും നല്ല ഭംഗിയായി ഡ്രസ് ഇടുമ്പോ അത് നിങ്ങളെ നോക്കും. ഞാനൊക്കെ എന്തോരം വായ നോക്കിക്കളാ നമ്മള്. അപ്പൊ അങ്ങനെ വിളിക്കും. അത് കഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കര നൈസ് തോട്ടാണ്. നമ്മള് എന്താണ്, എല്ലാ ആണുങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും കേട്ടോ ഈ പ്രോഗ്രാം. ഇത് വരുന്ന സമയത്ത് എല്ലാ ആണുങ്ങളും സ്റ്റാറ്റസ് ഇടും. ഞാൻ ഇത് മൊത്തം സ്റ്റോറി ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഓരോ പാർട്ടായിട്ട് ഞാൻ ഇടും. കുറച്ചായിട്ട് ഞാൻ പിന്നെയും ശപിക്കുന്നു, ഇത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആവട്ടെ. എന്റെ പേടി എന്താണെന്നറിയോ, ഇനി ഓരോ വീട്ടിലെ ഈ ആങ്ങളമാരും ഭർത്താക്കന്മാരൊക്കെ തമ്മില് പിന്നെ അടിയാവുമ്പത്തേക്കും എല്ലാരും ഈ വിഷമം തീർക്കാനിടുന്ന ചില സ്റ്റാറ്റസുകൾ ഞാൻ ഒറ്റയ്ക്കാണ് നീയില്ലേ, അങ്ങനെ ഇനി ആണുങ്ങളുടെ സ്റ്റാറ്റസ് ആയിരിക്കും ഇത്. പക്ഷെ എനിക്കിത് നെഗറ്റീവായിട്ട് തീരെ തോന്നിയില്ല. ബിക്കോസ് ഓരോ കാര്യങ്ങളും ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പക്ഷെ വലിയ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ആണുങ്ങളെ അല്ലാതെ പെണ്ണുങ്ങളെ താഴ്ത്ത് കാണിച്ചിട്ടൊന്നുമല്ല. മീൻസ് അവരെയും മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇവൻ ചേച്ചി ആ വലിയ വീട് വെച്ചിട്ടേ ഒരൊറ്റ റൂമിൽ AC. സത്യമാണത്, അതൊക്കെ സത്യകാര്യാണ്. എത്രയോ ആൾക്കാര് നല്ലായിരുന്നു. നമ്മളൊരു എന്താ പറയുക, ഒരു ജംഗ്ഷനിൽ പോയിരുന്ന് വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു. നമുക്കിനി തിരിച്ച് കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോകണ്ടേ? അതിനുമ്പ് ചേട്ടന്റെ തലയ്ക്കൊന്ന് ഇൻഷുർ ചെയ്യണം. നല്ല തല. കുറെ സാധനങ്ങൾ വരുന്നല്ലേ. നെൽസൺ ചേട്ടാ, 100 ചുവപ്പിൻ മെയിൽ വാദ്യങ്ങൾ എന്റെ ഉള്ളിലെ മെയിൽ ഷോവിൻസ് തുടർന്നു. അതിനവിടെ കിടത്തിയേക്ക്, ആവശ്യമില്ല ഇവിടെ. അല്ലടാ, അവർക്ക് കുറച്ച് കരയാനും വിഷമങ്ങളും ഒക്കെ അത് ഉണ്ടാവും. ഞങ്ങൾക്കൊരു ബ്രേക്ക് വേണം. ഉറപ്പായിട്ടും ഞാൻ തരാം. നിങ്ങൾ രണ്ടുപേരും പോയി കരഞ്ഞോ. തന്നിരിക്കുന്നടാ. സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പറഞ്ഞിട്ട് കരാ.